നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. പാകിസ്ഥാന്റെ കഴുത്തിനല്ല മർമ്മത്തിൽ തന്നെയാണ് ഇന്ത്യ കൊടുത്തത്. ഇത് സംബന്ധിച്ച വിശദാംശങ്ങൾ ഇപ്പോൾ CNN അടക്കമുള്ള അന്തർദേശീയ മാധ്യമങ്ങൾ പുറത്തുവിടുന്നു. വിശദമായ റിപ്പോർട്ടുകളാണ് ഇപ്പോൾ ഇന്ത്യ ടുഡേ അടക്കമുള്ള മാധ്യമങ്ങൾ നൽകുന്നത്. കൃത്യമായ വ്യോമാക്രമണത്തിലൂടെ പാകിസ്ഥാന്റെ 11 വ്യോമത്താവളങ്ങൾ ഇന്ത്യ തകർത്തു. ഏറ്റവും നടുക്കുന്ന ചില വിവരങ്ങളും പുറത്തുവന്നു. പാകിസ്ഥാനിലെ ആണവ കമാൻഡ് സെന്ററുകൾക്ക് സമീപമുള്ള നിർണായക സ്ഥലങ്ങൾ ഇന്ത്യ ലക്ഷ്യമിട്ടു. ഇന്ത്യയുടെ തന്ത്രപരമായ ആക്രമണങ്ങൾക്ക് പിന്നാലെയാണ് പാകിസ്ഥാൻ വെടിനിർത്തൽ അഭ്യർത്ഥനയുമായി അമേരിക്ക വഴി ഇന്ത്യയെ സമീപിച്ചത്. ഇന്ത്യൻ മിസൈലുകൾ സുപ്രധാന റൺവേകളെ ഇല്ലാതാക്കി. അവരുടെ ആണവായുധ ശേഖരത്തിന് സമീപം ഇന്ത്യൻ മിസൈലുകൾ ചെന്നു പതിച്ചു. ഇന്ത്യൻ വെടിയുണ്ടകൾക്ക് മുന്നിൽ ഇസ്ലാമാബാദ് വിയർക്കുന്ന കാഴ്ച. പാകിസ്ഥാന്റെ ആണവായുധ ശേഖരത്തിന് മേൽനോട്ടം വഹിക്കുന്ന സ്ട്രാറ്റജിക് പ്ലാൻസ് ഡിവിഷന്റെ ആസ്ഥാനത്തിന് വളരെ അടുത്താണ് നൂർഖാൻ സ്ഥിതി ചെയ്യുന്നത്. പാകിസ്ഥാന്റെ ആണവ പദ്ധതിയെക്കുറിച്ച് പരിചയമുള്ള ഒരു മുൻ US ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ച് ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നു. പാകിസ്ഥാന്റെ ഏറ്റവും വലിയ ഭയം അവരുടെ ആണവ കമാൻഡ് അതോറിറ്റിയുടെ തല ഛേദിക്കുമെന്നായിരുന്നു. നൂർഖാനെതിരെയുള്ള മിസൈൽ ആക്രമണം അവരെ തളർത്തി. നൂർഖാൻ ഇന്ത്യ ആക്രമിച്ചതോടെ തങ്ങളുടെ ആണവശേഖരത്തിന് നേരെ ഇന്ത്യ ആക്രമണം നടത്തും എന്ന ഭയം ശക്തമായി. തൊട്ടു പിന്നാലെ സഗോർത്തയിലെ മുഷബ് വ്യോമത്താവളത്തിന്റെ റൺവേയിൽ ഒരു ആക്രമണമുണ്ടായി. ഇക്കാര്യങ്ങൾ ഉപഗ്രഹ ചിത്രങ്ങൾ സ്ഥിരീകരിക്കുന്നു. കിരാന കുന്നുകൾക്ക് താഴെയുള്ള ഭൂഗർഭ ആണവ സംഭരണ കേന്ദ്രങ്ങളുമായി ഈ താവളത്തിന് ബന്ധമുണ്ട്. നിരവധി തുളിച്ചു കയറുന്ന മിസൈലുകൾ ഉപയോഗിച്ചാണ് ഈ താവളത്തിന് നേരെ ഇന്ത്യ ആക്രമണം തൊടുത്തത്. നൂർഖാനും സർഗോദയ്ക്കും നേരെയുള്ള ഈ ആക്രമണങ്ങൾ വെറും പ്രതികാര നടപടികൾ മാത്രമായിരുന്നില്ല. പാകിസ്ഥാന്റെ ആണവശേഖരമായിരുന്നു ഇന്ത്യ ലക്ഷ്യമിട്ടത് എന്ന് US സംശയിച്ചു. സംഘർഷം കൂടുതൽ രൂക്ഷമായാൽ പാകിസ്ഥാന്റെ ആണവായുധ ശേഖരം നിർവീര്യമാക്കാനുള്ള ശക്തി ഇന്ത്യക്കുണ്ട് എന്ന് പാകിസ്ഥാൻ ഭയന്നു. ഇതിനെ തുടർന്ന് ഇന്ത്യക്കെതിരെ ഒരു ആണവായുധ ആക്രമണത്തിനുള്ള പദ്ധതി പാകിസ്ഥാൻ തയ്യാറാക്കിയോ? ഇന്ത്യൻ ആക്രമണങ്ങൾ ഇസ്ലാമാബാദിൽ പരിഭ്രാന്തി സൃഷ്ടിച്ചതോടെ സേന കൂടുതൽ തീവ്രമായ ചില ചിന്താഗതികൾക്ക് തുടക്കമിട്ടു എന്നാണ് വിദേശ മാധ്യമങ്ങൾ പറയുന്നത്. ഒരുപക്ഷെ ഇന്ത്യക്കെതിരെയുള്ള ആണവ ആക്രമണത്തിന് പാകിസ്ഥാൻ സേന തയ്യാറെടുക്കുന്നതായ വിവരങ്ങൾ അമേരിക്കയ്ക്ക് കിട്ടി. അതേ ദിവസം തന്നെ പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫ് രാജ്യത്തിന്റെ ആണവായുധങ്ങളെക്കുറിച്ചുള്ള പ്രവർത്തന തീരുമാനങ്ങൾക്ക് ഉത്തരവാദിയായ പരമോന്നത സ്ഥാപനമായ നാഷണൽ കമാൻഡ് അതോറിറ്റിയുടെ അടിയന്തര യോഗം വിളിക്കുന്നു. പാകിസ്ഥാൻ പിന്നീട് ആ കൂടിക്കാഴ്ച നിഷേധിച്ചുവെങ്കിലും ഇന്ത്യയുടെ ഉറച്ച നടപടിയുടെ പ്രത്യാഘാതങ്ങളുടെ റിപ്പോർട്ടുകൾ പുറത്തുവന്നുകൊണ്ടിരുന്നു. ഇവിടെയാണ് ഇന്ത്യൻ ആക്രമണങ്ങളിൽ പാകിസ്ഥാന്റെ ആണവായുധ ശേഖരം കത്തിച്ചാമ്പലായോ എന്ന് സംശയങ്ങൾ ഉയർന്നത്. അമേരിക്കയിൽ നിന്ന് ആണവായുധങ്ങൾ കൈകാര്യം ചെയ്യാൻ അറിയാവുന്ന ചില ശാസ്ത്രജ്ഞർ ഇതിനിടയിൽ പാകിസ്ഥാനിലെത്തി എന്ന സൂചനകളുമുണ്ട്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള വെടിനിർത്തലിന് അമേരിക്ക ഇറങ്ങിത്തിരിച്ചതിന് പിന്നിൽ ഒരു ഇന്റലിജൻസ് റിപ്പോർട്ടിനെ കുറിച്ച് അമേരിക്ക പലവട്ടം പറയുന്നു. അമേരിക്കൻ മാധ്യമങ്ങൾ ഇതിന് വലിയ പ്രാധാന്യവും കൊടുക്കുന്നു. ഔദ്യോഗികമായി എന്ത് രഹസ്യാന്വേഷണ വിവരമാണ് തങ്ങൾക്ക് കിട്ടിയത് എന്ന് അമേരിക്ക വ്യക്തമാക്കിയില്ല. എന്നാൽ പാശ്ചാത്യ മാധ്യമങ്ങൾ നൽകുന്ന സൂചന വ്യക്തമാണ്. പാകിസ്ഥാനിൽ സൈനിക നേതൃത്വത്തിനു മേൽ സർക്കാരിന് കാര്യമായ നിയന്ത്രണമില്ല. ഒരുപക്ഷെ പാകിസ്ഥാൻ ആണവശേഖരത്തിന് നേരെ ഇന്ത്യ ആക്രമണം നടത്തി എന്ന വാർത്ത ശരിയാണെങ്കിൽ പാകിസ്ഥാൻ തിരിച്ച് ഇന്ത്യക്ക് നേരെ ഒരു ആണവായുധ ആക്രമണത്തിനുള്ള തയ്യാറെടുപ്പുകൾ നടത്തിയോ? ഇന്ത്യൻ തിരിച്ചടി അതിഭയാനകമായിരുന്നുവെന്നാണ് ഇപ്പോൾ പാശ്ചാത്യ മാധ്യമങ്ങൾ പറയുന്നത്. എന്നാൽ പാകിസ്ഥാനെ ഉദ്ധരിച്ചുള്ള CNN റിപ്പോർട്ടുകൾ ഇന്ത്യയും പാകിസ്ഥാനും തുല്യനിലയിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പ്രകോപനങ്ങൾ തുടർന്നുവെന്ന് പറഞ്ഞു വയ്ക്കുന്നു. ആണവായുധ ശേഖരത്തിന് നേരെ ഇന്ത്യ ആക്രമണം നടത്തിയതിനെ തുടർന്ന് അതിൻ്റെ വികിരണ പ്രതിസന്ധി പരിഹരിക്കാനാണ് അമേരിക്കൻ ശാസ്ത്രജ്ഞർ പാകിസ്ഥാനിലെത്തിയത് എന്നുപോലും ഇപ്പോൾ പാശ്ചാത്യ മാധ്യമങ്ങളിൽ വാർത്തകൾ വരുന്നു. പ്രധാനമന്ത്രിക്ക് സ്വാധീനമില്ലാത്ത പാക് സേന ഏതെങ്കിലും വിധത്തിൽ ഇന്ത്യക്കെതിരെ കടുത്ത നടപടികൾക്ക് മുതിർന്നാൽ അത് എല്ലാവരുടെയും കൈവിട്ടുപോകും എന്ന് അമേരിക്ക തിരിച്ചറിഞ്ഞു. റാവൽപിണ്ടിയിലും ഇന്ത്യൻ ആക്രമണത്തിൽ തകർന്നത് തന്ത്രപ്രധാന കേന്ദ്രങ്ങളാണ്. ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ പാകിസ്ഥാൻ ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല. ഇത്തരം വിവരങ്ങൾ അമേരിക്കയ്ക്ക് ചോർന്നു കിട്ടിയതോടെ അമേരിക്കൻ ഭരണ നേതൃത്വം ഈ വിഷയത്തിൽ ഇടപെട്ടുവെന്നാണ് പുറത്തുവരുന്ന വാർത്തകൾ. വെടിനിർത്തൽ എന്ന പ്രക്രിയയിലേക്ക് എങ്ങനെ എത്തിച്ചേരാം എന്ന് അമേരിക്ക ആലോചിക്കുമ്പോൾ ഇത് പാകിസ്ഥാനിൽ നിന്ന് തന്നെ അമേരിക്കയോട് മധ്യസ്ഥ ശ്രമങ്ങൾക്ക് മുന്നിട്ടിറങ്ങണം എന്ന അഭ്യർത്ഥന വരുന്നു. തുടർന്നാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി മോദിയുമായി അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസ് നടത്തിയ ടെലിഫോൺ സംഭാഷണം. ഇന്ത്യയുമായി അടുത്ത ബന്ധം പുലർത്തുന്ന വ്യക്തിയാണ് JD വാൻസ്. JD വാൻസും കുടുംബവും ഇന്ത്യ സന്ദർശിക്കുന്ന അതേ അവസരത്തിൽ തന്നെയാണ് പഹൽഗാമിൽ ഭീകരാക്രമണം നടന്നത്. അന്നു മുതൽ ഇന്ത്യക്ക് പൂർണ്ണ പിന്തുണ നൽകുകയാണ് JD വാൻസ്.
ഇന്ത്യക്കെതിരെയുള്ള പാകിസ്ഥാന്റെ കടുത്ത നടപടികൾ ആശങ്കയോടെയാണ് JD വാൻസ് നിരീക്ഷിച്ചിരുന്നത്. തുടക്കത്തിൽ ഇന്ത്യ കയറി അടിക്കട്ടെ എന്ന മട്ടിലായിരുന്നു വാൻസിന്റെ പല പ്രതികരണങ്ങളും. വെള്ളിയാഴ്ച ഉച്ചകഴിഞ്ഞ് ഇന്ത്യൻ പ്രധാനമന്ത്രി മോദിയുമായി JD വാൻസ് സംഭാഷണം നടത്തുന്നു. തുടർന്ന് പാകിസ്ഥാൻ ഭരണകൂടവുമായി വാൻസ് നടത്തിയ അനുനയ നീക്കങ്ങൾ. മാർക്കോ റൂബിയോ ഉൾപ്പെടെയുള്ളവർ ഈ സംഭാഷണങ്ങൾക്ക് നേതൃത്വം കൊടുത്തു. സംഘർഷം അത്യന്തം നാടകീയമായ മറ്റൊരു ഘട്ടത്തിലേക്ക് കടക്കും എന്ന് അമേരിക്കയ്ക്ക് ബോധ്യമായപ്പോഴാണ് ഇത്തരം അനുനയ ഭാഷണങ്ങൾക്ക് തുടക്കമിട്ടത് എന്ന് അമേരിക്ക വിശദീകരിക്കുന്നു. ഇന്ത്യൻ ആക്രമണങ്ങളിൽ കത്തിച്ചാമ്പലായത് ആണവ കേന്ദ്രമാണോ എന്ന ചോദ്യത്തിന് ഇതുവരെ പാകിസ്ഥാൻ ഉത്തരം നൽകിയിട്ടില്ല. ഇന്ത്യയിലെ 26 കേന്ദ്രങ്ങൾ തങ്ങൾ ആക്രമിച്ചു എന്ന് പാകിസ്ഥാൻ അവകാശവാദം ഉന്നയിക്കുമ്പോൾ യാതൊരുവിധ നാശനഷ്ടങ്ങളുടെ ഈ ചിത്രങ്ങൾ പ്രദർശിപ്പിക്കാൻ പാകിസ്ഥാന് കഴിയുന്നില്ല. ആക്രമണത്തിന് മുമ്പും പിൻപുമുള്ള ഇന്ത്യൻ സേനാ കേന്ദ്രങ്ങളുടെ ചിത്രങ്ങൾ ഇന്ത്യൻ സേന തന്നെ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നു. ഈ ചിത്രങ്ങളിൽ നിന്ന് ഇന്ത്യൻ സേനാ കേന്ദ്രങ്ങൾക്ക് കാര്യമായ പരിക്ക് പറ്റിയിട്ടില്ല എന്ന് വ്യക്തമാണ്. ഇന്ത്യ പാകിസ്ഥാൻ വെടിനിർത്തലിലേക്ക് നയിച്ച ഇടപെടലുകൾ തങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായ കാര്യം വീണ്ടും ആവർത്തിക്കുകയാണ് അമേരിക്ക. ഇന്ത്യ പാക് സംഘർഷവുമായി ബന്ധപ്പെട്ട് US-ന് ആശങ്കാജനകമായ രഹസ്യ വിവരം ലഭിച്ചിരുന്നു എന്ന് CNN അടക്കമുള്ള മാധ്യമങ്ങൾ വീണ്ടും ഉറപ്പിച്ചു പറയുന്നു. വെടിനിർത്തൽ ധാരണയിലേക്ക് ഇരു രാജ്യങ്ങളെയും ഒരുമിച്ച് ചർച്ചയ്ക്കായി അണിനിരത്തിയത് തങ്ങളാണെന്നും ചർച്ചകൾ ഇരു രാജ്യവും തമ്മിൽ നടത്തുമെന്നും അമേരിക്ക വിശദീകരിക്കുന്നു. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ നേരിട്ട് നടത്തിയ ചർച്ചകളുടെ അനന്തരഫലമാണ് ഒടുവിൽ വെടിനിർത്തലിൽ ചെന്ന് അവസാനിച്ചത്. US വൈസ് പ്രസിഡന്റ് JD വാൻസ്, സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ, വൈറ്റ് ഹൌസ് ചീഫ് ഓഫ് സ്റ്റാഫ് സൂസി വൈൽസ് എന്നിവരുൾപ്പെടെയുള്ള US-ലെ ഉന്നത ഉദ്യോഗസ്ഥരുടെ ഒരു സംഘം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ രൂക്ഷമായിക്കൊണ്ടിരുന്ന സംഘർഷം നേരിട്ട് നിരീക്ഷിക്കുകയായിരുന്നു. കാര്യങ്ങൾ കൈവിടുന്നു എന്ന് തോന്നിയ അവസരത്തിലാണ് മാർക്കോ റൂബിയോ പാകിസ്ഥാൻ സൈനിക മേധാവി അസിം മുനീറിനെ നേരിട്ട് ഫോണിൽ വിളിച്ചത്. തുടർന്ന് ഇന്ത്യൻ വിദേശകാര്യമന്ത്രി S ജയശങ്കറുമായും അദ്ദേഹം സംസാരിച്ചു. പാകിസ്ഥാനികൾ വെടിവെപ്പ് നിർത്താൻ തയ്യാറാണ് എന്ന സുപ്രധാന വിവരം JD വാൻസ് വിദേശകാര്യമന്ത്രി S ജയശങ്കറെ നേരിട്ട് അറിയിക്കുന്നു. തുടക്കത്തിൽ തന്നെ പാകിസ്ഥാനോട് ഇത്തരമൊരു അഭ്യർത്ഥന ഇന്ത്യക്ക് മുന്നിൽ വയ്ക്കാം, എന്നാൽ ഇന്ത്യ സമ്മതിക്കുമോ എന്ന കാര്യത്തിൽ സംശയമുണ്ട് എന്ന നിലപാടായിരുന്നു സ്വീകരിച്ചത്. എന്നാൽ JD വാൻസ് ജയശങ്കറുമായി സംസാരിക്കുമ്പോൾ അവർ വെടിവെച്ചില്ലെങ്കിൽ ഞങ്ങൾ വെടിവെക്കില്ല എന്ന നിലപാട് അദ്ദേഹം സ്വീകരിച്ചു. തുടർന്നാണ് പാകിസ്ഥാൻ ഡയറക്ടർ ജനറൽ ഓഫ് മിലിറ്ററി ഓപ്പറേഷൻസ് സ്ഥാപിത മാർഗങ്ങളിലൂടെ ഇന്ത്യൻ സൈനികരെ സമീപിച്ച് ഒരു അനുരഞ്ജന ഭാഷണങ്ങളിലേക്ക് നീങ്ങിയത്. പ്രധാന വ്യോമത്താവളങ്ങളിൽ കനത്ത നാശനഷ്ടങ്ങൾ സംഭവിച്ച പാകിസ്ഥാന് ഈ പോരാട്ടത്തിൽ ഒരു ഇടവേളയ്ക്കായി വിട്ടുനിൽക്കുകയല്ലാതെ മറ്റൊരു മാർഗവും മുന്നിലുണ്ടായിരുന്നില്ല. ഇന്ത്യക്ക് തന്ത്രപരമായ മേൽക്കൈ ലഭിച്ചു എന്ന് തന്നെയാണ് ഈ സംഭവ വികാസങ്ങൾ വിലയിരുത്തുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്. പാകിസ്ഥാനോടുള്ള ഇന്ത്യയുടെ തന്ത്രപരമായ സമീപനത്തിന്റെ പ്രകടമായ മാറ്റമാണ് ഇപ്പോൾ ഓപ്പറേഷൻ സിന്ദൂറിലൂടെ നമ്മൾ കാണുന്നത്. മറുവശത്ത് ഇന്ത്യ പാകിസ്ഥാനിൽ കടന്നു നടത്തിയ ആക്രമണങ്ങളുടെ പൂർണ്ണ വിശദാംശങ്ങൾ ഇതുവരെ ഇന്ത്യ പുറത്തുവിട്ടിട്ടുമില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ വിവിധ മാധ്യമങ്ങൾ പറയുന്നത് പോലെ പാകിസ്ഥാനിലെ ഏതെങ്കിലും ആണവ കേന്ദ്രത്തിന് നാശനഷ്ടങ്ങൾ സംഭവിച്ചുവോ, അതോ ഇതൊക്കെ കിംവദന്തികൾ മാത്രമാണോ? പാകിസ്ഥാന്റെ ഹൃദയഭാഗത്ത് മുറിവേറ്റുവെങ്കിൽ അവർക്ക് കിട്ടേണ്ടത് കിട്ടി എന്ന് വ്യക്തമാണ്. കൂടുതൽ മുന്നറിയിപ്പ് നൽകിക്കൊണ്ട് തന്നെയാണ് ഈ വെടിനിർത്തലിൽ ഇന്ത്യ എത്തിച്ചേർന്നത്. ഇനിയുള്ള ഏത് ഭീകരാക്രമണവും യുദ്ധ പ്രഖ്യാപനമായി മാത്രമേ ഇന്ത്യ കാണൂ എന്ന് വ്യക്തമായി പറഞ്ഞിരിക്കുന്നു. പാകിസ്ഥാനിൽ നിന്നുള്ള ഏതൊരു പ്രകോപനത്തിനും അപ്പോൾ തന്നെ തക്ക മറുപടി കൊടുക്കാൻ എല്ലാ സേനാ വിഭാഗങ്ങൾക്കും സ്വതന്ത്രമായി സ്വാതന്ത്ര്യവും നൽകിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ പാകിസ്ഥാൻ ഇനി ഭയപ്പെട്ടു നിൽക്കും എന്ന് വ്യക്തം. മറുവശത്ത് പാകിസ്ഥാന്റെ ഹൃദയം ഏതൊക്കെ തലങ്ങളിൽ ഇന്ത്യ കീറുമുറിച്ചു എന്നതിൻ്റെ വ്യക്തമായ വിവരങ്ങൾ ഇനി പുറത്തുവരാൻ ഇരിക്കുന്നതേയുള്ളൂ. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.